നിലവിൽ താങ്കളുടെ ഫേമിന്റെ ഒരു ഫേമിന്റെ പേരിനപ്പുറം താങ്കളെ പേര് തന്നെയാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളൊരു പുതിയ ഫേം അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിന്റെ പേരെന്താണ്, നമ്മുടെ വ്യാപാര മേഖല മുഴുവൻ ഓൺലൈനിലാണ്. അപ്പൊ നമ്മളും ഓൺലൈനിലാണോ അതല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് എവിടെയാണ്, അത് ടൗണിലാണോ തൃശ്ശൂരാണോ എങ്ങനെയാണ്? ഞങ്ങൾ എൻഡ് ടു എൻഡ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ വന്നിട്ട് കാര്യമില്ല. ഓപ്പറേഷൻസിന് സ്വന്തമായിട്ടുള്ള വെയർ ഹൗസും കാര്യങ്ങളും വേണം. ഫേമിന്റെ പേര് ഹെഡ് ടു ഹീൽ എന്നാണ്. തല മുതൽ കാല് വരെ എന്ത് സാധനങ്ങളും നമ്മൾ രഞ്ജി പണിക്കരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയത്, ഉച്ചി മുതൽ ഉപ്പുറ്റി വരെ. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യണത്. അതായത് പാക്കിങ്, വെയർ ഹൗസിങ്, ലേബിളിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം തൃശ്ശൂരും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്. കേരളത്തിൽ ഈ രണ്ട് ഭാഗത്തു നിന്നായിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നഗരമധ്യത്തിൽ തന്നെയാണ് ഹെഡ് ടു ഹീൽ എന്നുള്ള സ്ഥാപനമുള്ളത്. അവിടെ ഓപ്പറേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വെയർ ഹൗസിങ്ങും കാര്യങ്ങളും അവിടെയാണ്. ഈ സാധനം കൊണ്ടുവച്ച് റീപാക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമില്ലായ്മയാണ് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരുമിച്ച് കൊണ്ടു കൊടുക്കുന്നതിന് പകരം 100 ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം. ആ ഒരു വെയർ ഹൗസിംഗ് സർവീസ് കൂടി നമ്മുടെ ഓപ്പറേഷൻസിൽ വരുന്നുണ്ട്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സിൽ വരുന്നതും വിളിക്കുന്നതും ഹെഡ് ടു ഹീലിൻ്റെ ആരെങ്കിലും ആയിരിക്കും ആദ്യം അറ്റൻഡ് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. ഞാനോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സീനിയർ മെമ്പറോ ടേക്കപ്പ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏത് സമയത്തും നമ്മുടെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഐ എം നോട്ട് സെയിങ് 100% നമ്മൾ സക്സസ്ഫുൾ ആവുന്നു. ഞങ്ങൾക്കും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആസ് എ സെഡ്, ടെക്നോളജി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ടെക്നോളജി ആണെങ്കിലും പിന്നെ ഒരു മനുഷ്യനുണ്ട്, മനുഷ്യർക്ക് തെറ്റ് പറ്റാം. പക്ഷേ ഞങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ചെയ്തു പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വലുതാവണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വലുതാവണം. നിങ്ങളുടെ ബ്രാൻഡ് വലുതായാലാണ് ഞാൻ വലുതാകുകയുള്ളൂ. നിങ്ങൾക്ക് പണം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് പണം ലഭിക്കുന്നത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും നമ്മൾ നമ്മുടെ കസ്റ്റമർ മ്യൂച്വൽ ഗ്രോത്ത് അങ്ങനെ വളരാനേ നമുക്ക് സാധിക്കുകയുള്ളൂ.